നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ സന്തോഷത്തോടു കൂടി കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്ര ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ്. കൂടുതൽ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം എക്സ്പ്രസ് ചെയ്യുന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ജ്ഞാനം ആർജിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം കുടികൊള്ളുന്നു. വിത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് മരം കിടക്കുന്നത് എന്നുള്ള ഒരു തത്വം അക്കോൺ പ്രിൻസിപ്പിൾ എന്നൊരു പുസ്തകത്തിന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ മാൻ. എവ്രി ബുദ്ധ ഈസ് എ വേം ഇവോൾവ്. ഓരോ ബുദ്ധനും ഒരു പുഴുവിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്. ജൈൻ സിദ്ധാന്തം മിനറൽസിനും ലൈഫ് ഉണ്ടെന്ന് പറയുന്നു. എവല്യൂഷൻ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു. ചാരിജി മഹാരാജ് യഥാർത്ഥത്തിൽ എവല്യൂഷൻ അല്ല ഡിവല്യൂഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ അനാവശ്യമായിട്ട് കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഈഗോ കാരണമുള്ള ക്രിയേഷൻസ്, അതിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ്, ക്രിയേഷൻ കുഴപ്പമില്ല, ക്രിയേഷൻ ഉണ്ട്, തീർച്ചയായിട്ടും ഇതുണ്ടാവും. അതിലേക്കുള്ള അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഓരോന്നോരോന്നോരോന്ന് എടുത്തെടുത്ത് കളയണം. ഉള്ളിയുടെ തോല് കളയുന്ന പോലെ എന്നൊരു ഉദാഹരണം ചാരിജി മഹാരാജ് പറയുന്നുണ്ട്. എന്നൊരു യഥാർത്ഥത്തിലുള്ള ആ പൊട്ടൻഷ്യലിനെ എക്സ്പ്രസ് ചെയ്യുക, സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക, യാഥാർത്ഥ്യമായിട്ട് ഈ ലോകത്തിൽ പ്രകടമാക്കുക. ഇവിടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ അവിടെയാണ് റിലിജ്യൻ യഥാർത്ഥത്തിൽ ഫങ്ഷൻ ചെയ്യേണ്ടത്. കെയർ, ഈശ്വരനിലേക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിക്കും അവിടെ നിന്നും തന്നെയാണ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഊർജം വരുന്നത് ആ സ്രോതസ്സിൽ നിന്നാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ സ്രോതസ്സിൽ നിന്നാണ്. ഇത് നമ്മൾ സാക്ഷാത്കരിക്കണം, റിയലൈസ് ചെയ്യണം മാത്രമല്ല, അത് ജീവിച്ച് പ്രാക്ടിക്കലാക്കിയിട്ട് കൊണ്ടുവരണം. ഒരു മുടിയനായ പുത്രൻ്റെ കഥ
ജീസസ് ക്രൈസ്റ്റ് പറയാറുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങളെല്ലാം അനുഭവിച്ച് കുടുംബത്തിലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ഒരു കുട്ടി വളരുകയാണ്. വളർന്നു വരുമ്പോൾ തോന്നുകയാണ് എനിക്കെല്ലാം തന്നെത്താനെ ചെയ്യാൻ സാധിക്കും, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കുടുംബം വിട്ടു പോവാണ്. ഇപ്പോൾ അത് വളരെ കോമൺ ആണ്. രാജ്യം വിട്ടു പോകുന്നു, വീട് വിട്ടു പോകുന്നു, പല സ്ഥലത്തും താമസിക്കുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ദുഃഖം അനുഭവിക്കുന്നു. എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ കോവിഡ് ഉണ്ടായി, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നു. ആരെ കാണിക്കാനാണ് ഈ പോസ്റ്റുകൾ ഇടുന്നത്? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, എവിടെയെങ്കിലും ടൂർ നടത്തുന്ന ആൾക്കാർ എന്തിനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്? പ്രഗത്ഭന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടേഴ്സ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്തിനാണ് പോസ്റ്റ് ചെയ്യുന്നത്? ആരെ കാണിക്കാനാണ് പോസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഉള്ളിൽ ഒരു കുറവ് അനുഭവിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളുള്ളിൽ കുറവുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ലഭിച്ച സ്ഥലത്ത് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നൊരു കുറവ്. അവിടെ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ബിലോങ്ങിങ്നെസ്, ഞാൻ ആ കുടുംബത്തിന് അംഗമാണെന്ന് സ്വയം വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും, പക്ഷേ എന്നാൽ അതിൽ തയ്യാറുമില്ല. കാരണം പുറമേയുള്ള ഡിഫറൻസസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് വ്യത്യാസങ്ങൾ, ജാതിമത വ്യത്യാസങ്ങൾ. ഒരു ഫാമിലിയിൽ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാർ എല്ലാവരും ഒരുപോലെ ആവില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെ പോയി താമസിച്ചാൽ നമ്മുടെ സ്വത്തൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സ്നേഹ പ്രകടനം വാട്സപ്പിൽ ഹാപ്പി ബർത്ത്ഡേ എല്ലാം നമ്മൾ ആശംസിക്കുന്നു. അല്ലെങ്കിൽ പ്രൈസ് കിട്ടുമ്പോൾ വെരി ഗുഡ് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ തംസപ്പ് ഇടും. അപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ, ഇപ്പോൾ ഈ അടുത്തൊരു പുസ്തകം ഇറക്കി, പുസ്തകം ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ തംസപ്പ് ഉണ്ട്. അത് വാങ്ങാൻ ആരും തയ്യാറല്ല. അതൊരു അത്ഭുതമാണ്. തംസപ്പ് ഇട്ടുകൊണ്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മളെ ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ തരത്തിലുള്ള നമ്മുടെ തന്നെ സ്വഭാവവിശേഷതകളാണ് നമ്മളിതിൽ കാണുന്നത്. നമ്മുടെ കുറവ് അവിടെ കാണുന്നു. അപ്പോൾ ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? അതാണ് ശരിക്കും എഡ്യൂക്കേഷനിലൂടെ സംഭവിക്കുന്നത്. ഈ കുറവില്ല ശരിക്കും. അതെങ്ങനെ മനസ്സിലാവുന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ക്യാരക്ടറിനെ നമ്മൾ റിമെമ്പർ ചെയ്യുക. ഈ അടുത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്ന സ്റ്റുഡൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നു. നിങ്ങൾ ഇന്നത്തെ ദിവസം ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള പേഴ്സണെ എക്സ്പ്രസ് ചെയ്തപ്പോഴാണ്. എക്സലൻസ് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതെല്ലാവരും സമ്മതിച്ചു. ആർക്കും ഒന്നും പറയാനില്ല, മറന്നുപോയി. നേരെ മറിച്ചിട്ട് എന്തെങ്കിലും കുറ്റങ്ങൾ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള പേഴ്സണെ പറയാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വേഗം അമ്മ എന്ന് പറഞ്ഞു. എല്ലാവരും യൂണിഫോമായിട്ട് പറഞ്ഞത് അമ്മയാണ് എക്സലൻറ്റ് പേഴ്സൺ. എന്തുകൊണ്ടാണ് അമ്മ എക്സലൻറ്റ് പേഴ്സൺ ആവുന്നത് ചോദിച്ചപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു. മക്കളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെങ്കിൽ അമ്മ സ്വന്തം മനസ്സ് മറക്കണം, സ്വന്തം അഹംബോധം ഇല്ലാതെയായി മാറണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുന്ന എന്താണ്? സെൽഫ്ലെസ്നെസ്സാണ് യഥാർത്ഥത്തിലുള്ള ഹയസ്റ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അമ്മയെ കണ്ട് പഠിക്കുമ്പോൾ ഇതാണ് മനസ്സിലാവുന്നത്. ഈ അമ്മ തന്നെ എല്ലാവരുടെയും അമ്മയായിട്ട് മാറും. അമ്മ വീട്ടിലമ്മല്ല, എല്ലാവരുടെയും അമ്മയായിട്ട് മാറുമ്പോൾ ആ യാത്ര കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പെർഫെക്റ്റ് ക്യാരക്ടർ കൊണ്ടുവരണമെന്ന് നമ്മൾ സെൽഫ്ലെസ് ആവണം. അപ്പോൾ എഡ്യൂക്കേഷൻ ശരിക്കും നമ്മളെ നിസ്വാർത്ഥതയിലേക്ക് ആണ് ഉയർത്തേണ്ടത്. എനിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും നേടേണ്ട കാര്യമില്ല, എല്ലാം അവിടെ എനിക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനിത് കൊടുത്തുകൊണ്ടിരിക്കുക, ഞാനതിന് ബ്ലോക്ക് ചെയ്യാതിരുന്നതാണ്. അതാണ് സെൽഫ്ലെസ്നെസ് പറയുന്നത്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കാതെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസ് നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, പള്ളികളിൽ പോകുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്നു, പക്ഷേ നമ്മൾ നമ്മുടെ എക്സലൻറ്റ് പേഴ്സണെ എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഇപ്പോൾ ഹോപ്പ് പ്രോഗ്രാം ഉണ്ട്, ഹാർട്ട്ഫുൾനെസ് ഒഡീസി ടുവേർഡ്സ് പേഴ്സണൽ എക്സലൻസ്. പേഴ്സണൽ എക്സലൻസ് പ്രകടിപ്പിക്കാനുള്ള ഒരു യാത്രയാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് ഹാർട്ട്ഫുൾനെസ്. പുസ്തകം വായിച്ചൊരു പ്രോഗ്രാം നടത്തിയോണ്ട് കാര്യമില്ല. നമ്മൾ ഓരോ നിമിഷവും എൻ്റെ എക്സലൻറ്റ് പേഴ്സൺ ഇവിടെ വരുന്നുണ്ടോ, അതിനുള്ള മെത്തേഡ്സാണ് ശരിക്കും മാസ്റ്റർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണക്ട് ചെയ്യുക, അനാവശ്യ കാര്യങ്ങൾ എടുത്തു കളയുക, ആൻഡ് വീണ്ടും വീണ്ടും ഹൃദയത്തിൽ അധിഷ്ഠിതം, ഹൃദയം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ഉപയോഗിക്കുക. വില്ലിങ്നെസ്, അവിടെയാണ് നമ്മുടെ വില്ലിങ്നെസ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഒരു ദിവസം ഹൃദയം പൂർണ്ണമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇൻ്റലക്റ്റ് ഇല്ലാണ്ടാവുമെന്ന് വെച്ചാൽ ഇൻ്റലക്റ്റ് ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ആവശ്യമുള്ള സമയത്ത് അറിവുകൾ വരുന്നു. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇപ്പോൾ ബുദ്ധി വേണ്ടേന്ന്. ബുദ്ധി ആ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സയൻസും അത് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഹൃദയത്തിൽ നിന്നാണ് തലച്ചോറിലേക്കും കൂടിയും
അതിന് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് ശരിക്കും എഡ്യൂക്കേഷനിൽ നമ്മൾ സ്പിരിച്വാലിറ്റി ഇൻക്ലൂഡ് ചെയ്യും. ശരിക്കും റിലിജൻ എന്നുള്ള പദം മാറ്റിയിട്ട് സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ്. കാരണം റിലിജൻ എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ വരുന്നു. സ്പിരിച്വാലിറ്റി എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഏകീകരണം സംഭവിക്കുന്നു. ആധ്യാത്മികത എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, എല്ലാവരും ഉള്ള നന്മ ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആ നന്മയെ കൂടുതൽ 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 മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ ദ എൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ക്യാരക്ടർ എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.